ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് നോക്കാട്ടോ. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ആ കുട്ടികൾക്കിപ്പോൾ ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏത് കുട്ടികളുടെ കാര്യം പറഞ്ഞ്? ആ കള്ളികളുടെ കാര്യമാണ് പറയണത്. കൃഷ്ണകുമാറും ദിയയും കൂടി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നോക്കാം. അല്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഇടയായത്, ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാവരും അബ്സ്കോണ്ടിങ്ങിലാണ്. ഇവരാരും ഇവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അവർ വക്കീലിനെ കാണാൻ പോയിരിക്കുന്നു. അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയെന്ന് അറിയില്ല. നിങ്ങൾ തന്നെ ഇവരുടെ വീടൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്. നിങ്ങളൊന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറിൻ്റെ, ജോർജ് ജോസഫ് സാറിൻ്റെ, ഇവരെല്ലാം നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണ്. ഇവർ തന്നെ വീഡിയോ ചെയ്തിരിക്കുക. ഇവരൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഇവർ ടി വിയിൽ വരുന്നതുകൊണ്ട് അറിയാം. കമാൽ പാഷ സാറിനെ പോലൊരു ആള് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഇതിൻ്റെ ന്യായവശം അദ്ദേഹം അറിയാതെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നു. ജോർജ് ജോസഫ് സാർ, നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിബേറ്റിലൊക്കെ വരുന്നത്, ഇവരൊക്കെ നിയമം അരച്ച് കലക്കി കുടിച്ചവരാണ്. ഇവരെന്ത് പറഞ്ഞിരിക്കുന്നു നോക്കുക. ഞങ്ങൾ ആരിവരെ സമീപിച്ചിട്ട് സാർ ഇങ്ങനെ പറയണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ, അതായത് എല്ലാ നിങ്ങളുടെ തന്നെ വരുന്ന ഓരോ വീഡിയോസിൻ്റെ താഴെ പോയി ഒന്ന് കമൻസ് നോക്കുക. കേരള സമൂഹം എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത്? പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത്, കേരള സമൂഹം കൃഷ്ണകുമാറിന് ദിയനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കള്ളികൾ ആ കള്ളത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ശരിയാണ്, നിങ്ങളുടെ ഭാഗത്ത് തന്നെ ശരി. പക്ഷെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൊതുസമൂഹം എല്ലാവരും ഒരാൾ സപ്പോർട്ട് ചെയ്യണു എന്നതുകൊണ്ട് അത് സത്യമാവണമെന്നില്ല. ഇല്ല, അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതെല്ലാം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാത്തിൻ്റെയും തെളിവുകൾ ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് കോടതിയിലോട്ട് കയറുന്നു, കേസ് ഡയറി പോകുന്നു, ഞങ്ങൾ കോടതിയിൽ കയറുന്ന സമയത്ത് എല്ലാ റെക്കോർഡ്സും കാണിക്കും. ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു ഏതാനും ദിവസം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടാക്സ് അടയ്ക്കാതിരുന്നാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നോട്ടീസ് കിട്ടും. അപ്പോൾ ഈ ടാക്സ് അപ്ഡേറ്റ് ചെയ്ത റെസീറ്റ്സ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ തെളിവുകളുമായിട്ട് നമ്മൾ കോടതിയിലോട്ട് പോകും. ടാക്സ് അടയ്ക്കാണ്ടിരിക്കുക എന്നല്ല, ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ക്ലെയിം, അവരുടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് മുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടായിരിക്കും, പക്ഷെ അതല്ലാണ്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ആ കാശ് സ്വന്തം അക്കൗണ്ടിലേക്ക് ഇടാണ്ട് അവിടെയുള്ള കള്ളികളിൽ നിന്ന് വിളിക്കുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇട്ടതാണെങ്കിലോ എന്ന് സംശയമുള്ള ആളുകളും ഉണ്ട്. ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. അതായത് ഇവരെ ഇവിടെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടി തെളിവുകൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കേരള ജനത മൊത്തം കൂടെയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ മുഴുവൻ ശരിയാവണമെന്നൊന്നുമില്ലല്ലോ. അതായത് ഇനി വഴി നമ്മൾ അറിയണ്ടായിരിക്കും. അല്ല, ഞാൻ ആ കളികളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഇവിടെ മൊത്തത്തിൽ എല്ലാവരും കൂടി ഇതിങ്ങനെയാണ് എന്നിട്ട് പറയുമ്പോഴേ നമ്മളാണല്ലോ ഇപ്പോൾ കോടതിയിലെ എല്ലാം ഫൈനലൈസ് തീരുമാനിക്കാം. നിങ്ങൾ ഇതുവരെ തന്ന സഹകരണം തുടർന്നും ഞങ്ങൾക്ക് ഉണ്ടാവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഏതാനും മണിക്കൂറുകളിൽ ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും വെറും കള്ളന്മാരായിപ്പോയി, സമൂഹത്തിന് മുന്നിൽ വെറും കള്ളന്മാരായിപ്പോയി. കാരണം ഞാൻ പലപ്പോഴും ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഒരിടത്തും ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല, ഒന്നുമില്ല. ഇന്ന് ഇവരെ മോശമായിട്ട് പ്രവർത്തിച്ചതിലോ സംസാരിച്ചതോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. അങ്ങനെ ഞങ്ങളുടെ വിഷമ സമയത്ത് ഞങ്ങളെ സഹായിച്ച പത്രമാധ്യമ മീഡിയ രംഗത്തെ എല്ലാ സഹോദരങ്ങൾക്കും ഒപ്പം പൊതു മക്കൾക്കും, അതായത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. നന്ദി പറയുക. കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് പോലും തോന്നും, ആദ്യം പരാതി കൊടുക്കുന്നവർക്ക് അവരുടെ കാര്യം അന്വേഷിക്കുക എന്ന് വെച്ചാൽ മറ്റവരുടെ അന്വേഷിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല. രണ്ടും അന്വേഷിക്കണം. പക്ഷേ ആദ്യം അന്വേഷിക്കേണ്ടത് ആരുടെയാണ്? ഒരു ചീറ്റിംഗ് നടന്നു, അവർ കൊടുത്ത പരാതി അന്വേഷിക്കുക. അതിൽ നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ അവരുടെ പരാതി കിടക്കുകയാണ്. അതേ സമയം വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. അതിന് പകരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടിയിലോട്ട് പോയി. എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്താ നിങ്ങൾക്ക്? ശരി കേട്ടോ, തിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താവുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? ആദ്യം ആരാണ് കംപ്ലൈൻറ്റ് കൊടുത്ത് അവരുടെ പരാതിയല്ലേ ആദ്യം അന്വേഷിക്കുക? ജയിലടിഞ്ഞ വിളി വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ താല്പര്യം പോലെ തോന്നി. ഞാനതുകൊണ്ട് വളരെ താഴ്മയോടെ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ രാഷ്ട്രീയ സംഭവം വെച്ച് എന്നെ നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോട് ചെയ്തു, കുടുംബത്തെ വലിച്ചടയ്ക്കാതിരിക്കുക. പിന്നെ ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇയാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. പാർട്ടിയിൽ വന്നു, ഞാൻ ജീവിക്കുന്നതും എൻ്റെ ഓഫീസും എൻ്റെ പ്രവർത്തന മേഖലയുമായി വട്ടിവെക്കാതെ
വട്ടിയൂർക്കാവിൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും. പക്ഷെ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കും, തിരുവനന്തപുരം ഒരു അക്ഷരം എതിര് വരാതെ ഞാൻ അവിടെ പോയി നിന്നു. വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും. എന്നോട് പറഞ്ഞു കൊല്ലത്ത് പോയി നിൽക്കാൻ, നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ അവിടെ നിന്ന് അവിടെ ഒരിക്കലും ജയിക്കില്ലെന്നറിയാം. എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല. അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതിൽ നിന്ന് പിന്മാറണം. ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടിച്ച് ദ്രോഹിക്കരുന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഏത് പാർട്ടി ഇതൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ശത്രുത വയ്ക്കുന്ന ഒരാളല്ല. ഈ വിഷയം കടുത്തപ്പോൾ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. എൻ്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഇതിനകത്ത് വലിച്ചടച്ചില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകരും എൻ്റെ BJP പാർട്ടിയിൽ ആരും എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടപെടണ്ട, ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത്, ഇതൊരു ചീറ്റിംഗ് കേസാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നതാണ്. അതുകൊണ്ട് ഒരിടത്തും ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും പാർട്ടി നിന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഞങ്ങളെ ഇതിനകത്ത് വീണ്ടും വലിച്ചിടയ്ക്കരുത്. താഴെ വന്നുള്ള കമൻറ്റുകൾ നോക്കട്ടോ. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി 100% സത്യസന്ധതയുള്ള നല്ല കുടുംബമാണ്. ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുക? എല്ലാത്തിനും ഒരു സംശയത്തോടു കൂടി, കുറച്ചെങ്കിലും ഒരു സംശയത്തോടെ നോക്കി കാണുന്നത് കൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പമുള്ളത്? ഇപ്പോൾ ഇതിൽ പറയില്ലേ, ഞങ്ങൾക്കെതിരെ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് പറയണത്. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി 100% സത്യസന്ധതയുള്ള നല്ല കുടുംബമാണ് ഇത്ര. ആയിരിക്കാം, ആവട്ടെ. ഇങ്ങനൊരു രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം ഞാൻ കൃഷ്ണകുമാറിൻ്റെയും അവരുടെ ഫാമിലിയുടെയും കൂടെ തന്നെയാണ് കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, ഈ 69 ലക്ഷം പോയിട്ട് ഇത്രയും ദിവസം ഡിലേ ആയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇവർ കൂട്ടത്തോടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതിനിങ്ങനെ സംസാരിക്കും ഒക്കെ ചെയ്യണ്ടല്ലോ, തെളിവ് എടുക്കണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, വീഡിയോ എടുക്കണോ, തിരുന്നനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണോ, സംഗതികളൊക്കെ ചെയ്യണം. എൻ്റെ ഒരു ഡൗട്ട്, ഇവർ ഈ 5-6 മാസം 6 മാസം ഒന്നും പോരാ, 7-8 മാസം എവിടെയായിരുന്നു? അപ്പോൾ ഇവർക്കറിയില്ല ഇവരുടെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഏകദേശം എത്ര രൂപ ഇവർക്കൊരു വരുമാനം കിട്ടുന്നുള്ളൊരു ധാരണ അല്ലേ? അത് കിട്ടാണ്ടാകുമ്പോൾ ഇവർ അന്വേഷിക്കൂലേ? അതിൻ്റെ ഇത്രയും കാലം അന്വേഷിക്കാണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലാണ് മറ്റേ കള്ളത്തികൾ അവർ കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ആ കംപ്ലൈൻറ്റിൽ കുറേ സെക്ഷൻ ഉണ്ട്. അതിൽ ഒരു കാര്യം ഇവർ പറഞ്ഞത് ഇതാണ്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടോളാൻ ആ സ്കാനർ ഉപയോഗിച്ചോളാൻ പറഞ്ഞാണെന്ന്. അങ്ങനെ പറഞ്ഞു എന്നതിന് തെളിവില്ല എന്നതുകൊണ്ട് നമുക്ക് ഇവരെ ഭാഗത്തൊക്കെ ശരിയാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കും, സത്യം വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വേണ്ടത്. സത്യം മിന്നിമറിയുന്ന ആ മുഖത്ത്. അയ്യോ, നിങ്ങളാരാ ജോത്സ്യനാ പറഞ്ഞ പോലെ എന്താ ഇത് മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞ് 100% ശരിയാ. ഓ കോടതി, ഇതാണ് ഒരച്ഛൻ. ഏത് 100% ശരിയാണ്, സത്യം വിജയിക്കും. സംസാര രീതി കണ്ടല്ലറിയാം നല്ലൊരു മനുഷ്യനാണെന്ന്. ഓഹ് അയ്യോ, സംസാര രീതി കണ്ടാലൊക്കെ നല്ലൊരു മനുഷ്യനാണോ അല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അത് ശരി, സത്യം ജയിക്കും, സത്യം ജയിച്ചു എന്നൊക്കെ. സാർ, യു ആൻഡ് ഫാമിലി ഡിസേർവ് ജസ്റ്റിസ്. എല്ലാവർക്കും നീതി വേണം. ദി ആൻഡ് ഫാമിലി, ലവ് ചിഹ്നം 4 ഇതിന് പിന്നെ ശക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇരുട്ടിൽ തപ്പുന്നത്. ഗൂഢാലോചനയെ അന്വേഷിക്കണം. ദിയക്കൊപ്പം 100% ഓൾവേസ് സപ്പോർട്ട്. ആദ്യം മുതൽ എത്ര മാന്യമായ സംസാരം. സത്യം ഇതിപ്പോൾ എതിരഭിപ്രായം രീതിയിൽ ആരും ഇല്ല കേട്ടോ. നല്ല മനുഷ്യൻ, നല്ല കുടുംബവും എന്ന് പറഞ്ഞു. ഭാഗ്യം ചെയ്ത കുട്ടികളാണ് നിങ്ങൾ. ഇതുപോലെയുള്ള ഒരു അച്ഛനെ കിട്ടിയല്ലോ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ് എൻ്റെ അച്ഛൻ്റെ വേർപാട്. പക്ക പേഴ്സണലായിട്ട് ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഗതി തോന്നുന്നു. ആളുകൾ അതായത് 4 പെൺമക്കളെ വെച്ച് അല്ലെങ്കിൽ ഇത്രയും പെൺമക്കളെ വെച്ച് ഒരു അമ്മ കഷ്ടപ്പെടുന്നു. എല്ലാ പെൺമക്കളും സ്വന്തം കാലിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ എന്താ പറയുക, അവർക്കിഷ്ടമുള്ള ഇതിൽ വളരെ പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ ഒക്കെ ഇൻഫ്ലുവൻസേഴ്സാണ്, ഹൈ പ്രൊഫൈൽ ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ്. അച്ഛനും എന്താ പറയുക, ഈ അച്ഛനും അമ്മയും ഇത്രയും പെൺകുട്ടികളും. അപ്പോൾ ഇത് ആളുകൾ പലരും നമുക്ക് ഇങ്ങനെ ഒരു കുടുംബം കിട്ടണില്ലല്ലോ, അല്ലെങ്കിൽ അമ്മക്ക് അച്ഛനില്ലല്ലോ, അല്ലെങ്കിൽ അമ്മയില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ലൈഫിലാണ് ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു ആളുകൾ ഇങ്ങനെ എടുക്കുന്നത്. കുറച്ച് ഒബ്ജക്റ്റീവായിട്ട് എടുക്കും ഈ സാധനത്തെ, വളരെ ന്യൂട്രലായിട്ട് ഒബ്ജക്റ്റീവായിട്ട് എടുക്കും. ഇതൊരു കേസാണ്. ഇപ്പുറത്തെ ഒരു ടീം, ഇപ്പുറത്തെ ഒരു ടീം. ഇത് ഒരു ടീം ആരോപണങ്ങൾ ഉന്നയിക്കണം, അവരുടെ കയ്യിൽ കുറേ തെളിവുണ്ട്. ഒരു ടീം വേറെയും കുറച്ച് ആരോപണം ഉന്നയിക്കണം, അവരുടെ കയ്യിലും എന്തൊക്കെ തെളിവുണ്ടാകും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് വേറെ കാര്യം. അപ്പോൾ ഈ തെളിവുകളുള്ള ആളുകൾ അവരെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ടാവുക. അതല്ലാണ്ട് വേറെ കുറേ സംഗതികൾ ഉണ്ടാവില്ലേ? ഉണ്ടാവാമല്ലോ, ഇല്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവാത്ത ഇത്രയും വിവേകവും വിചാരമുള്ള ആളൊക്കെ BJP യിലുണ്ടെന്നാണ്. അയ്യോ,
ഞാൻ കൃഷ്ണകുമാർ ചേട്ടനൊപ്പം, സോറി യു റൈറ്റ്, ന്യായത്തിനൊപ്പം. പിന്നെന്താ, ഗോഡ് ബ്ലെസ് യു ദിയ, ഇറ്റ് ഈസ് സോ ക്രൂവൽ ടു ട്രീറ്റ് എ ഫുള്ളി പ്രഗ്നൻറ്റ് ലേഡി ഇൻ ദിസ് വേ. ഇമോഷണൽ രീതിയിലാണ് സംഗതികൾ. ഇമോഷണൽ അല്ല, ശരിയാണ്, അങ്ങനെ ഈ സമയത്ത് അവരോട് ക്രൂരത കാണിക്കും പ്രശ്നമാണ്. പക്ഷേ ഇവർ കൂടി വരുത്തി വെച്ചതല്ലേ ഇത്. ഇവർ ഈ 5-6 മാസം തിരിഞ്ഞു നോക്കിയില്ലേ ഇവരുടെ ഒരു എൻ്റർപ്രൈസിക്കൽ. കഷ്ടം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. പിന്നെ കരയണമാതിരി ഇത് കേട്ടോ. ദോസ് 3 ഗ്രീഡി ഗേൾസ് ഷുഡ് ഫേസ് ദ ഫുൾ പവർ ഓഫ് അവർ ലീഗൽ സിസ്റ്റം. അത് കിട്ടുമല്ലോ അവർക്ക്, അവരുടെ ശിക്ഷ കിട്ടും. I still have faith in the judiciary. No one ever should dare to do such heinous acts anymore. Period. Support Krishnakumar and his lovely family. ആ കള്ളികൾ കാരണം കടയ്ക്ക് പരസ്യമായി ഇത് വേറെ ആൾ. ക്രിസ്റ്റൽ ക്ലിയർ, നോ നീഡ് ഫോർ എനി ഫർദർ എക്സ്പ്ലനേഷൻ. ക്രിസ്റ്റൽ ക്ലിയറോ? ഒരു സമൂഹം മുഴുവൻ സപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് 100% ന്യായമായിരിക്കണം എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക? ഒരു ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കാം, ന്യായമുണ്ട്, പക്ഷെ അവർ ചെയ്യുന്നത് ഒക്കെ കറക്റ്റാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റുക? ഇവർ ഈ 5, 6, 7, 8 മാസം എവിടെയായിരുന്നു? ഫാമിലിയിൽ ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇനി മറ്റൊരു പറഞ്ഞ മാതിരി ആ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ അവരെ അക്കൗണ്ടിൽ QR കോഡ് മാറ്റിയിട്ട് അവരിതിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അതിനുള്ള തെളിവ് അവരതിലില്ലെങ്കിലോ, അപ്പോൾ അറിയുമോ തെളിവല്ലേ വലുത്, തെളിവ് വരുന്നുണ്ടായിരിക്കും പറയാൻ പറ്റില്ല. ഞങ്ങൾ കൂടെയുണ്ട്. പിന്നെന്താ, they are so lucky to have a dad that this articulate very well handled. പോലീസിൽ പരാതിപ്പെട്ടാൽ പോരായിരുന്നു? ക്ലിയറാണ്. ഇത് പോയി എന്ന് പറഞ്ഞാൽ പോലീസിൽ പരാതിപ്പെട്ട പോരെ. പിന്നെ മൂപ്പര് അവരെ കുളിച്ച് ചോദിച്ചു, അത് വീഡിയോ എടുത്ത്. അപ്പോൾ ഈ കൃത്യമായിട്ട് ഓടുന്നുണ്ട്. പിന്നെന്താ മറുപടി എടുത്താണ്? ഈ പറഞ്ഞത് ഒന്നും കേട്ടില്ലേന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യത്തിൽ സംശയമുള്ളൂ, കടയിൽ എന്ത് കച്ചവടം ഉണ്ടെന്ന് ഒരു പിടിയില്ലാതെ ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യും? ഒരിക്കലുമില്ല, തുടക്കം മുതലേ നിങ്ങളെ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ എന്ന്. ശരി, അതാണ് എൻ്റെ പ്രശ്നം. ആ 3 എണ്ണം സത്യത്തിൽ പെട്ടു. ഇനി ദിയയോടും കേരളത്തിലെ ജനങ്ങളോടും പരസ്യമായി മാപ്പ് പറഞ്ഞ് തെറ്റുകൾ ഏറ്റു പറയട്ടെ. അയ്യോ, ക്യാഷ് കണ്ടപ്പോൾ തെറ്റ് ചെയ്തു പോയി. അതിനുള്ള അവസരം ഇവർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ദിയയുടെ എഫേർട്ടൊന്നും അവർ കണ്ടില്ല. ദിയ വേണ്ട സമയത്ത് എഫേർട്ട് എടുക്കുകയും ചെയ്തില്ല. വരുന്ന ബില്ല് എമൗണ്ട് മാത്രമേ കണ്ടുള്ളൂ. അല്ലേ CPM, ഇത് നമുക്കിട്ടാണല്ലോ മച്ചമ്പി. താങ്കൾ എല്ലാ ഇതിൻ്റെ വീഡിയോ എടുത്തില്ലെങ്കിൽ ഈ കള്ളികളുടെ വാക്ക് കേട്ട പിണറായി പോലീസ് ഉള്ളിലിട്ടിരുന്നു. പരനാറിയുടെ BJP എത്തുന്ന പോലീസ്. എന്താ പാവം പെണ്ണ്, പൈസയും പോയിന്ന്. നല്ലൊരു കുടുംബനാഥൻ. അപ്പന്മാരായാൽ ഇങ്ങനെ വേണമെന്നൊക്കെ. പ്രഗ്നൻ്റ് ആയ കുട്ടീനെ, ഇത്രയും പ്രഗ്നൻ്റ് ആയ കുട്ടീനെ ഇത്രയും ടൈം ഇരുത്തണോ? ഒന്ന് റെസ്റ്റ് കൊടുത്തൂടെ? എത്ര ഡേയ്സായി? എബ്സ്കോണ്ടിങ് ഗേൾസ്, അതായത് ഗേൾസ് എവിടെ നിന്ന് എന്താ പറയുക, എബ്സ്കോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുകയാണെന്ന് അർത്ഥം. അവരെയും കൂടെ മാറിയിരിക്കുകയാണ്. സംഘികൾ എന്തുണരുന്ന പോസ്റ്റ് ഇടുന്നതിൻ്റെ മുമ്പ് സ്വയം ഉണർന്നില്ലെങ്കിൽ ഇതുപോലെ പറ്റിക്കാം. ഹിന്ദു ഉണരണം എന്ന് പോസ്റ്റ് ഇടുന്നതിൻ്റെ മുമ്പ് സ്വയം ഉണർന്നിരുന്നെങ്കിൽ ഇതുപോലെ പറ്റിക്കപ്പെടില്ലായിരുന്നു. കറക്റ്റാണ് ഇത് പറഞ്ഞത്. എന്താ പ്രശ്നം? ബോധമല്ലേ? ആദ്യം സ്വയം ഒന്ന് ഉണരൂ, എന്നിട്ട് ബാക്കിയുള്ളവരെ ഉണർത്താൻ നിൽക്കൂ. നീ ഇത് എല്ലായിടത്തും കോപ്പി പേസ്റ്റ് അടിച്ച് വെക്കുന്നുണ്ടല്ലോ എന്ന് മറുപടി. ഒരു MDMA കോയെത്തിന്ന്, അത് അവർ നോക്കിക്കോളും. ഉപദേഷ്ടാവ് ചേട്ടാന്ന്. ഒരാളൊരു എതിരഭിപ്രായം പറയണത്, ഒരാളുടെ ഒരു ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു കാര്യം പറയണത് ആളുകൾക്ക് ഇവിടെ പിടിക്കണില്ല. അത് അവർ നോക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ചാനൽ വന്നിട്ട് പോകുന്നത്. ഇത് തിരിച്ച് വേറെ റിപ്ലൈ എടുത്തത്, അതെ ഇവൾ ഉറങ്ങുന്നവരെ ഉണർത്തുന്നവൾ അല്ലേ എന്ന്. അത് വേറൊരു രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് എന്താ ചെയ്യുക. ആ കള്ളികളെ വെറുതെ വിടരുത്. സത്യം എപ്പോഴും തെളിയും. ദിയയ്ക്ക് നീതി വേണം. രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ ഇവർ പറയുന്നത് സത്യമാണ്. എന്താണ് വേറൊരുത്തൻ, ഈ വർഗീയ വിഷത്തിനൊക്കെ ഇങ്ങനെ തന്നെ കിട്ടണം. സ്വന്തം കാര്യം നോക്കാണ്ട് വർഗീയത പടർത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. ആദ്യം സ്വന്തം ജോലിക്കാർ പറ്റിക്കുന്നത് നോക്കുക. എത്ര മഴുകിയാലും തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. കാരണം അഹങ്കാരം കിബർ. അഹങ്കാരം കിബർ. പിന്നെ താഴ്ന്ന ജാതിക്കാരോടുള്ള പുച്ഛം, പണത്തിൻ്റെ ഹുങ്ക്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുടുംബഭാവങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? ഇതെല്ലാം ലൈവായി ഞങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു കാലുപിടുത്തവും മാടമ്പിത്തരം കളഞ്ഞ ഒരു നല്ല മനുഷ്യനെ അതെങ്ങനെയാണ് ചാണകത്തിൽ അള്ളി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തനി നിറം പുറത്തു വരും. അപ്പോൾ അതിന് റിപ്ലൈ, ചുമ്മാതല്ലടോ 50,000 ചത്തു ഒടുങ്ങിയത്.
നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന്. രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമുള്ള ഒരു കമൻറ്റ് എന്നൊക്കെ. നികുതി വെട്ടിച്ചു സർക്കാരിനെ പറ്റിച്ചു വന്നിരുന്ന പുണ്യാളം ചമയുന്നു ഒരു കമൻറ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെ 15 റിപ്ലൈസാണ്. ആര് പൊടി എന്നൊക്കെ കൊണ്ട് ഓണോ ഓഹോ അപ്പോൾ ആ 3 പിള്ളേരായിരിക്കും പുണ്യാളത്തിമാർ അല്ലേ. കണ്ടോ, ഇതാണ് അതിൻ്റെ പ്രശ്നം. അതായത് ഒരു ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ആരെയും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവരൊരു സംശയം പറയുമ്പോൾ അപ്പോൾ ഇവർ ഓപ്പോസിറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള വിവരം കെട്ട ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്. ഇതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അനിയത്യാര ആണ് അല്ലേ, ഇല്ലെങ്കിൽ ഫരിയമാരാണോ അതോ വേറെ എന്തെങ്കിലും ആണ് ആ 3 അവളുമാർ. കണ്ടോ, പറഞ്ഞിട്ടില്ല എന്താവോ നന്നാവാത്തതെന്നൊക്കെ. ഉമ്പന്മാരൊക്കെ നന്നായവരാണ് ഇവളുമാർ. നീ കള്ളികളെ ഏതവളുടെ ആളാടണം. കണ്ടോ അതാണ് എന്തിവിടെ. നികുതി വെട്ടിച്ചു സർക്കാരിനെ പറ്റിച്ചു വന്നിരുന്നു പുണ്യാളൻ ചമയുന്നു എന്നാണ് കമൻറ്റ്. അയാൾ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതിനുള്ളൊക്കെ ഒരു പ്രശ്നമുണ്ട്. ദർസ് എ ചാൻസ് അല്ലേ. അപ്പോൾ അതിന് മറുപടി പറഞ്ഞു അപ്പോൾ മറ്റേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ, പ്രൂവ് ഇറ്റ് എന്നൊക്കെ, സുഡാപ്പിയാണല്ലേ എന്നൊക്കെ. പിന്നെ വേറൊരാൾ, ഞങ്ങൾ എന്നും ശരിയുടെ ഭാഗത്താണ് ചേട്ടൻ നിൽക്കാറുള്ളൂ. അത് ഇപ്പോൾ താങ്കളുടെ കാര്യത്തിലായാലും ആ 3 പെൺകുട്ടികൾ ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സോ അവിടെ താങ്കൾ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല സപ്പോർട്ടാക്കിയേ. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞില്ലേ മറ്റുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങൾ, അവർ ശരികൾ ചെയ്തിട്ട് തെളിയിക്കുവാൻ കയ്യിൽ തെളിവില്ലാതെ ആയിട്ടുള്ളവർ എത്ര പേരുണ്ടാകും എന്നൊക്കെ. അതിൻ്റെ കൂടെ താങ്കളും താങ്കളുടെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി സാധാരണ പാവപ്പെട്ട ജനങ്ങളെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം അവർ എല്ലാ മുസ്ലിങ്ങളുടെയും മേലായിരുന്നു. അവരെ രാജ്യത്ത് നിന്നുള്ള പൗരാവകാശം ഇല്ലാതാക്കുക, അവരോട് ബീഫ് കഴിക്കരുതെന്ന് പറയുക, അവരുടെ മതത്തിൻ്റെ ഒക്കെ സ്വത്തുക്കൾ ഇല്ലാതാക്കുക എന്നിങ്ങനെ പലതും. പക്ഷെ അന്നേ അവർ പറഞ്ഞു BJP എന്ന സംഘടന മുസ്ലിങ്ങളുടെ മാത്രം ശത്രുക്കളല്ല എന്ന്. ബട്ട് ആരും അപ്പോൾ അത് കാര്യമാക്കിയില്ല. ഇപ്പോൾ അവർ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ തലയിൽ കയറുവാൻ തുടങ്ങി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കന്യാ സ്ത്രീകളെ ആക്രമിക്കാനും ക്രിസ്ത്യാനികൾ മതം പരിവർത്തനം ചെയ്യുമെന്നും പറഞ്ഞു. അങ്ങനെ പലതും. കൂടാതെ പാവപ്പെട്ട താഴ്നാട്ടിലുള്ള സാധാ ഹിന്ദുക്കളെയും അവർ വെറുതെ വിടുന്നില്ല. അതിന് ഉദാഹരണമാണ് മഹാനടനം തൃശ്ശൂർ MP സുരേഷ് ഗോപിയുടെ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് ബ്രാഹ്മണയായി ജനിക്കണം എന്നുള്ള പ്രസ്താവന. അങ്ങനെ പലതും. നമ്മുടെ നാടിൻ്റെ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒത്തൊരുമ ഉണ്ടല്ലേ അത് അല്ലാതെയാക്കുന്ന വിഷം മാത്രം തുപ്പുന്ന ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന കുറേ ഉണ്ടല്ലോ. ഒരു പാർട്ടിയാണ് താങ്കൾ പിന്തുണയ്ക്കുന്നതെന്ന് കൂടി താങ്കൾ ഓർക്കുന്നത് നല്ലതാണ്. താങ്കളുടെ മകളും പറഞ്ഞിരുന്നു ഹിന്ദു ഉണരണം എന്ന്. അതും ഏതു സാഹചര്യത്തിൽ എന്നാണ് എന്നുള്ളതും ചിന്തിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിനെ സപ്പോർട്ടാകേണ്ട സമയത്ത് നമ്മുടെ കൂടപ്പിറപ്പുകളെ തന്നെ തമ്മിൽ തല്ലിക്ക് ചിന്തിപ്പിക്കുന്ന വിധമാണ് അന്ന് താങ്കളുടെ മകൾ ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാൽ സ്വയം പശ്ചാത്തപിക്കേണ്ട ആളാണ് താങ്കളുടെ മകൾ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഞങ്ങളെപ്പോൾ സാധാരണ ഞങ്ങൾ ശരിയുടെ ഭാഗത്ത് നിന്നുള്ളൂ. ഞാൻ ആ കമൻറ്റിനെ ഇങ്ങനെ പറഞ്ഞല്ലോ കമൻറ്റ്. അതിനെന്താ റിപ്ലൈ? ഹിന്ദുക്കൾ ഉണരണം, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അതിന് വിഷമിക്കണ്ട. എല്ലാ ചാനലും മെഴുകുകയാണല്ലോ നിങ്ങൾ. എന്താ ചെയ്യുക. ഒരു കാര്യത്തിൽ സംശയമുള്ളൂ, കടയിൽ എന്ത് കച്ചവടം ഉണ്ട് എന്ന് ഒരു പിടിയില്ലാതെ ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യും? അത് വീണ്ടും ഒരേ കമൻറ്റ്. അവർക്ക് ഒരുപാട് കാശ് കിട്ടി, ഇനി കുറച്ച് നാറിയാലും കുഴപ്പമില്ല. ഈവൻ ഇത് കാശ് കൊടുത്ത് ഒതുക്കി കാണും, ഇല്ലെങ്കിൽ നാറ് എന്ന് ഇവർക്ക് അറിയാം. ശരി, 4 ആൾ അറിയാതെ മോഷ്ടിച്ച ക്യാഷ് തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ KK ഫാമിലി ക്ഷമിക്കുമായിരുന്നു. ഇപ്പോൾ ചെറിയ വട കൊടുത്ത് വലിയ വട മേടിച്ച് 2 ദിവസം കൊണ്ട് ദിയേക്കാളും ഫേമസ് ആയി 3 കള്ളികളും. അതിൻ്റെ താഴെ വേറെ ഒരുത്തൻ, അബ്സ്കോണ്ടി നിൻ്റെ തന്ത, ദേ ആർ സ്മാർട്ട് നോട്ട് ലൈക്ക് യു, ദേ വിൽ ടോക്ക് ടു ദ റൈറ്റ് പീപ്പിൾ. കൃഷ്ണകുമാരെ ഡൽഹിയിൽ നിന്ന് JCB രാജ് ഇറക്കരുതോ, ഇത് BJP അജണ്ട. പിന്നെ കുറേ ലവ് ചിഹ്നം തംസപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഗൈസ്, ഇങ്ങനെയാണ് അവസ്ഥ. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയട്ടെ, ഇത് വല്ലാണ്ട് ഇവർ ഒരാളുടെ ഇമോഷൻസിനെ സ്വാധീനിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഇവരെ വീഡിയോയിൽ ആരുടെ ഒരു 10-30 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇവർ നിന്നിട്ടുണ്ട്, ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പേ. അതിൽ ഒരമ്മ കുട്ടികളെയും കൈ പിടിച്ച് 4 കുട്ടികളെന്താ കൈ പിടിച്ച് ഇങ്ങനെ വരണ ഒരു ഇതാണ് ആ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഞാൻ അതിനെ ക്രിറ്റിസൈസ് ചെയ്യില്ല. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അമ്മ കുട്ടികളെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയെന്നൊക്കെ. തമ്പനയിലുള്ളത് അവരെ ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരെ കൂടെയുള്ള കൃഷ്ണകുമാറും വൈഫും 4 കുട്ടികളുടെ. അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പ്രഷൻ എന്താ വെച്ചാൽ അയ്യോ എന്തായാലേ ഒരു ഫാമിലി കണ്ടോ ഈ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കേസ് അങ്ങനെ എടുക്കും, അവരെ പറ്റിച്ചൂല്ലേ. പക്ഷെ എന്താ അത് അങ്ങനെയൊക്കെ ആവാം.
എനിക്ക് ഒരുത്തനും വിശ്വാസമില്ല, ഉള്ള കാര്യം പറയുമല്ലോ, ഒരുത്തനും വിശ്വാസമില്ല. തെളിവായിട്ട് ഇവർ വരട്ടെ, ആ തെളിവിനെ വിശ്വസിക്കുക. പിന്നെ നമുക്ക് കുറേയൊക്കെ ചിലതൊക്കെ ആക്ടിങ് ആണ്. നമ്മളെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്നെയൊക്കെ ഒരുപാട് പേര് പറ്റിച്ച് പോയിട്ടുണ്ട്, കൂടെ എതിട്ട് നിങ്ങളീ പറ്റിച്ച് പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ കാട്ടിക്കൂട്ടൽ നമ്മൾ മുഴുവനായിട്ട് വിശ്വസിക്കില്ല. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി അവരുടെ കയ്യിൽ തെളിവുണ്ട്, അവരത് കാണിക്കുന്നു. ഓക്കെ, മറ്റവരുടെ കയ്യിൽ അവർ തെറ്റ് ചെയ്തിരുന്നു, അവരുടെ കയ്യിൽ ചിലപ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിലോ ചില പോയിന്റുകളെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും. ഇപ്പോൾ ഇവർ പറയുന്നില്ലേ അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു ദിയ എന്ന്, ഒരു പക്ഷേ അവർ പറയുന്നത് സത്യമാണെങ്കിലോ ടാക്സ് കെട്ടിക്കാൻ കൊണ്ടിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ ദിയ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനുള്ള തെളിവ് അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണെങ്കിലോ തെളിവായിട്ട് അവരൊരു ദിവസം വന്ന് എന്ത് ചെയ്യും. അപ്പോൾ അവർ അങ്ങനെ ചെയ്യണതിൻ്റെ അവർക്ക് മനസ്സിലായി, അപ്പോൾ ഇത് കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇവരിതിങ്ങനെ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർ തിരിഞ്ഞു നോക്കണമില്ല, നമ്മൾ ഭയങ്കര വിശ്വാസം. അപ്പം നമുക്കൊരു പണിയാണ്, ഇതിപ്പോൾ പുറത്തായാലും അവർ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യൂല. അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് കാശ് അടിച്ച് മാറ്റിയാലോ എന്ന് അവർ ചിന്തിച്ചാണെങ്കിലോ, നമ്മളാ കള്ളികളെ ന്യായീകരിക്കല്ല കേട്ടോ, ദർസ് എ ചാൻസ്. അങ്ങനെയാണെങ്കിലോ, അതായത് ഇവർ മൊത്തത്തിൽ ആളുകളെ മൂഞ്ചിക്കാൻ നോക്കി, ഇവരെയും മൂഞ്ചിക്കാൻ നോക്കി. അങ്ങനെയാണെങ്കിലോ പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ കാശല്ല വലുത്, നമ്മളെ പറ്റിച്ചു അങ്ങനെയാണ്. അപ്പോൾ കാശ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇവർക്ക് 69 ലക്ഷം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അപ്പോൾ ഇവരുടെ മൊത്തത്തിലുള്ള വരുമാനം കാര്യങ്ങളൊക്കെ എന്താണ്? ഇവർ ഹൈ പ്രൊഫൈൽ ലൈഫുള്ള ആളുകളല്ലേ, യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്, ബിസിനസ് ഉണ്ട്, ഒക്കെ അടിപൊളി ലൈഫും സംഗതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആർക്കും അസൂയ തോന്നുന്ന രീതിയിലുള്ള ലൈഫ് തന്നെയാണ് ഇവരുടെ എന്ന് കരുതിയിട്ട് അടിപൊളിയാണ്, മാതൃകാപരമായ രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇവരൊക്കെ ഇപ്പോൾ ഈ ശുദ്ധർ അല്ലെങ്കിൽ എന്താ പറയുക, അതായത് പ്യുവർ ഇൻറ്റൻഷൻ വെച്ച് നടക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയാണോ? ഇവരും വേറെ പല രീതിയിൽ പലത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കമൻറ്റുകൾ വായിച്ചില്ലേ, അതുപോലെ ജാതീയമായി അധിക്ഷേപിച്ചില്ല പറഞ്ഞു, അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ തെളിവില്ലാത്തതുകൊണ്ടാണെങ്കിലോ അതൊരു കേസായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ അത് നുണയായിരിക്കും എന്ന് എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുക? തെളിവില്ലാത്തതുകൊണ്ടാണ്. ശരി, എന്നാൽ തെളിവായിട്ട് അവർ വന്നിട്ടുണ്ടെങ്കിലോ നമ്മളൊരു സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ട കാര്യങ്ങളെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. മിന്നുന്നതെല്ലാം പൊന്നല്ല, നമ്മൾ കാണുന്നത് മൊത്തം സത്യമാവണമെന്നും ഇല്ല. നോക്കാം, വഴിയെ കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വേറെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിക്കെതിരല്ല കേട്ടോ, ഒരിക്കലല്ലേ, അങ്ങനെ വിചാരിക്കരുത്. എനിക്ക് ബ്ലൈൻഡായിട്ട് ആളുകളെ വിശ്വസിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ്, ഞാൻ അതിനെതിരാണ്. നമ്മളെന്തിനാണ് പൂർണ്ണമായിട്ടും ആൾക്കാരെ വെള്ളപൂശാൻ ശ്രമിക്കണത്? ഇത് തന്നെ സത്യം എന്നൊക്കെ നമ്മളെ ദൈവമോ, നമ്മളിതൊക്കെ അറിയോ, നമ്മളിതൊക്കെ കാണുന്ന ടീംസാണ് നമ്മൾ. അത് ശരി.